എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ആവിപ്പലഹാരമാണ്. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ എല്ലാവർക്കും ഏറെ ഇഷ്ടം ഇലയുടെ തന്നെയാണ്. ഇലയുടെ തയ്യാറാക്കുമ്പോൾ നിത്യവും തയ്യാറാക്കുന്ന അതേ ഒരു രീതിയിൽ നിന്നും മാറ്റി ഇതുപോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. അതുപോലെ നമ്മളിന്ന് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് പ്ലാവിലയിൽ വെച്ചിട്ടാണ്. പ്ലാവില വളരെ ഹെൽത്തിയാണ്. അതുപോലെ നമ്മൾ പ്ലാവിലയുടെ ഞെട്ടൊക്കെ നമ്മൾ തിളപ്പിച്ച് കുടിക്കുവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ എന്നിവ കുറയ്ക്കാനും വളരെ തന്നെ നല്ലതാണ്. നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കുമ്പിളട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് കുമ്പിളട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1 കപ്പ് അളവില് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര പൊടിക്ക് പകരമായിട്ട് ശർക്കരയും ഉരുക്കി എടുക്കാവുന്നതാണ്. നമ്മളിപ്പോ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കരപ്പൊടി എടുത്തിട്ടുള്ളത്. ശർക്കരപ്പൊടി പാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി ശർക്കരപ്പൊടി ഒന്ന് തിളച്ചു വരട്ടെ. ഇപ്പോ ശർക്കരപ്പൊടി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം തിരുമ്മിയത് ചേർക്കാം. ഞാനിവിടെ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നാളികേരം ഈ ഒരു ശർക്കര പാനിയിലേക്ക് ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തന്നെ നമുക്കിന്ന് ഇളക്കി വിളയിച്ചെടുക്കാം. വെള്ളം വറ്റി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർക്കാം, ഏലക്കപ്പൊടി ചേർക്കാം, ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി തുടങ്ങിയാൽ പിന്നെ നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കര വിളയിച്ചതിന്റെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കണം. ഈ പാനിലേക്ക് 2 ഗ്ലാസ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങൾക്ക് നെയ്യും ചേർക്കാവുന്നതാണ് കേട്ടോ. വെള്ളം ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവില് വറുത്ത നൈസ് അരിപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്കിതുപോലെ ഇളക്കി യോജിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴക്കുന്ന അതേ ഒരു രീതിയിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുമ്പിളട കഴിക്കാനും സാധിക്കുന്നത്. ഇതുപോലെ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക് പാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ 1 കപ്പ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് എടുക്കുന്ന വെള്ളത്തിന്റെ അളവും പലതരത്തിലായിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെക്കുന്ന പൊടിയായതുകൊണ്ടാണ് ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പൊടി നല്ലോണം തന്നെ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്ക് താഴേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഈ ഒരു പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടായിരിക്കും ഈ ഒരു സമയത്ത് പൊടിക്ക്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങളുടെ കൈവശം ഇതുപോലൊരു സ്പാച്ചുല ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് പൊടി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാവിന് ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് മാറ്റാം. ഒരുപാട് വണ്ണം കൂട്ടിയിട്ട് ഉരുട്ടിയെടുക്കരുത്. ചെറിയ ബോളാക്കി വേണം നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരു ബോള് അല്പം വലുതാണെങ്കിൽ ഒരു ബോള് വളരെ ചെറുതായിട്ട് വേണം ഉരുട്ടാനായിട്ട്. നമുക്കൊരു ജോഡി ബോളുകളാണ് വേണ്ടത്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അങ്ങനെ ചെറിയ ബോളും വലിയ ബോളുമായിട്ട് ഞാനിവിടെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുമ്പിളിൽ നിറച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ പ്ലാവിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോ വഴണ ഇലയാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനിയിപ്പോ നിങ്ങൾക്ക് വാഴ ഇലയാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്ലാവില കഴിച്ചാല് പ്ലാവിലയുടെ ആ ഒരു ഞെട്ട് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നിങ്ങളുടെ കൊളസ്ട്രോള് അതുപോലെ ഡയബറ്റിക് ഒക്കെ കുറക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് പ്ലാവിലയിൽ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കേണ്ടത്. ആദ്യമേ നമുക്ക് ഈ ഒരു ബോൾ എടുക്കാം. ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിന്നായിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഒരു പ്ലാവില എടുക്കാം. പ്ലാവിലയുടെ ഉള്ളിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കാം. കൂടുതൽ വരുന്ന മാവ് നമുക്കൊന്നെടുത്ത് മാറ്റാം. ഇനി ഈ ഒരു കുമ്പിളിനുള്ളിലേക്ക് നമ്മൾ വിളയിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടാണ് വെച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള ചെറിയൊരു പോർഷൻ ഇല്ലേ, കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഈ പരത്തി വെച്ചിട്ടുള്ള ഇതിന്റെ മേലെയാക്കി വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലതായിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ നമ്മുടെ കുമ്പിളട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്കിതുപോലെ തന്നെ ഷേപ്പ് ആക്കി എടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്താലും
കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തതും നമുക്കിതുപോലെ തന്നെ നിറച്ചെടുക്കാം. വീണ്ടും ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം, ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കുമ്പിളടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇനി ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കുമ്പിളിലും നമ്മളിവിടെ മാവ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വരുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇനി ഓരോന്നും ആവി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പാത്രം മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 5 മിനിറ്റ് ചെറിയ തീയിലും വെച്ചിട്ടാണ് ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പലഹാരം നന്നായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും കണ്ടിട്ട് കൂട്ടുകാർ വീടുകളിൽ തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.